ഓം ശാന്തി. 15/2/26 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 22/2/2009 മധുബൻ. ജന്മദിനത്തിൽ ഫാസ്റ്റായി ഫസ്റ്റ് ഡിവിഷനിൽ വരുന്നതിൻ്റെ ഗിഫ്റ്റ് നേടുന്നതിനായി ഓരോ ശ്വാസവും സങ്കല്പവും സമർത്ഥം ആകണം. ഹൃദയ വിശാലതയും സത്യസന്ധതയും ഉണ്ടെങ്കിൽ ആവശ്യമായ എല്ലാം പൂർത്തിയാക്കപ്പെടും. ഇന്ന് 0 ആയ ബാബ തൻ്റെ ഹീറോ കുട്ടികളുമായി കൂടിക്കാഴ്ച നടത്താൻ വന്നിരിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരും ബാബയുടെയും ബാബയോടൊപ്പം തൻ്റെയും ബർത്ത്ഡേ ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ബാബ്ദാദ സർവ കുട്ടികൾക്കും, മുന്നിലിരിക്കുന്നവരാകട്ടെ ദൂരെ ഇരുന്നു കൊണ്ടും ഹൃദയത്തിൻ്റെ സമീപം ഇരിക്കുന്നവരാകട്ടെ 4 ഭാഗത്തുമുള്ള കുട്ടികൾക്ക് സർവ സംബന്ധങ്ങളിലൂടെയും ആശംസകൾ നൽകുകയാണ്. അതിലും വിശേഷിച്ച് 3 ആശംസകൾ. പിതാവിൻ്റെയും ശിക്ഷകൻ്റെയും സദ്ഗുരുവിൻ്റെയും രൂപത്തിലുള്ള പാലനയുടെയും പഠനത്തിൻ്റെയും വരദാനങ്ങളുടെയും 3 ആശംസകൾ 4 ഭാഗത്തുമുള്ള കുട്ടികൾക്ക് വിശേഷിച്ച് നൽകുകയാണ്. എല്ലാ കുട്ടികൾക്കും ആശംസകൾ, ആശംസകൾ, ആശംസകൾ. ഇന്ന് ഈ വിശേഷ ജന്മത്തെ ഭക്തരും ആഘോഷിക്കുന്നു. എന്നാൽ കുട്ടികളായ നിങ്ങൾക്കറിയാം, ഈ ബർത്ത്ഡേ ബാബയുടെയും കുട്ടികളുടെയും അവിനാശിയായ സ്നേഹത്തിൻ്റെ ജന്മദിനമാണ്. ആദ്യം മുതൽ തന്നെ ബാബയും കുട്ടികളും ഒരുമിച്ചാണ്. അതിനോടൊപ്പം വിശ്വപരിവർത്തനത്തിൻ്റെ കാര്യത്തിലും ബാബ കുട്ടികളുടെ കൂടെയാണ്. കാരണം ബാബയ്ക്കും കുട്ടികൾക്കും വളരെയധികം സ്നേഹമുണ്ട്. ഇപ്പോഴും കൂടെയാണ്. തൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴും കൂടെ തന്നെ പോകണം. ബാബയ്ക്ക് കുട്ടികളെ കൂടാതെ പോകുവാൻ സാധിക്കില്ല. കുട്ടികൾക്ക് ബാബയെ കൂടാതെ പോകുവാൻ സാധിക്കില്ല. കാരണം ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹത്തിൻ്റെ കൂട്ടുകെട്ടാണ്. വീട്ടിൽ പോയ ശേഷം എപ്പോഴാണോ രാജ്യത്തിൽ വരുന്നത്, അപ്പോഴും ബ്രഹ്മ ബാബയോടൊപ്പം രാജ്യം ഭരിക്കും. അപ്പോൾ സർവ ജന്മങ്ങളിലും വെച്ച് ഈ ജന്മം ഏറ്റവും പ്രിയപ്പെട്ടതും വേറിട്ടതുമാണ്. ഈ ജന്മത്തിൻ്റെ വാല്യൂ എന്താണോ അത് മുഴുവൻ കൽപ്പത്തിലും 84 ജന്മങ്ങളിലും ഇല്ല. ഇങ്ങനെയുള്ള സ്നേഹിയും കൂട്ടുകെട്ടുള്ളതുമായ വിശേഷ വജ്രതുല്യ ജന്മമാണ് ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും തൻ്റെ ജന്മദിനം ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണോ, അതോ ബാബയുടേത് ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണോ, അതോ ബാബ കുട്ടികളുടേത് ആഘോഷിക്കുവാൻ വന്നിരിക്കുകയും കുട്ടികൾ ബാബയുടേത് ആഘോഷിക്കുവാൻ വന്നിരിക്കുകയുമാണോ? 4 ഭാഗത്തുമുള്ള ഭക്തരും ശിവജയന്തി അഥവാ ശിവരാത്രി എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നു. വളരെ സ്നേഹത്തോടെ ആഘോഷിക്കുന്നു. ബാബ്ദാദ ഭക്തരെ കണ്ട് ഭക്തർക്കും ഭക്തിയുടെ ഫലം നൽകുന്നു. എന്നാൽ താങ്കളുടെ ആഘോഷവും ഭക്തരുടെ ആഘോഷവും തമ്മിൽ വ്യത്യാസമുണ്ട്. അവർ രാത്രിയിൽ ആഘോഷിക്കുന്നു, താങ്കൾ അമൃതവേളയിൽ ആഘോഷിക്കുന്നു. അമൃതവേള ശ്രേഷ്ഠ വേളയാണ്. അമൃതവേളയിൽ തന്നെയാണ് ബാബ്ദാദ ഓരോ കുട്ടിയുടെയും സഞ്ചി വരദാനങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നത്. എല്ലാവരുടെയും സഞ്ചി വരദാനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണല്ലോ. ദിവസവും വരദാതാവായ ബാബയിൽ നിന്നും വരദാനം ലഭിക്കുക തന്നെ ചെയ്യുന്നു. എത്ര വരദാനങ്ങളാണ് നിങ്ങൾ ഓരോരോ കുട്ടിക്കും ബാബ്ദാദയിലൂടെ ലഭിച്ചിരിക്കുന്നത്. ആ വരദാനങ്ങൾ കൊണ്ട് സഞ്ചി നിറഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ എല്ലാവരും വളരെ ഉന്മേഷത്തോടെയും ഉത്സാഹത്തോടെയും എത്തിച്ചേർന്നിരിക്കുകയാണ്.
ബാബ്ദാദയും കുട്ടികളെ കണ്ട് വളരെ വളരെ സന്തോഷിക്കുകയാണ്. ഈ ഗീതവും പാടിക്കൊണ്ടിരിക്കുന്നു. ആഹാ കുട്ടികളെ, ആഹാ. കുട്ടികൾ പറയുന്നു ആഹാ ബാബ, ആഹാ. ബാബ പറയുന്നു ആഹാ കുട്ടികളെ, ആഹാ. കാരണം ആരെല്ലാമാണോ ബാബയുടെ കുട്ടികളായി മാറിയത് അവരെല്ലാവരും കോടിയിൽ ചിലരായ ആത്മാക്കളാണ്. വിശ്വത്തിൽ എത്ര കോടി ആത്മാക്കളാണുള്ളത്? എന്നാൽ അവരിൽ നിന്നും ആരെയാണോ ബാബ ലക്കിയും ലവ്ലിയുമായ കുട്ടികൾ എന്ന് പറയുന്നത്, ആ കോടിയിൽ ചിലരാണ് കുട്ടികളായ നിങ്ങൾ. നമ്മൾ തന്നെയാണ് കൽപ്പകൽപ്പങ്ങളിലെ കോടിയിൽ ചിലരായ കുട്ടികൾ എന്ന ലഹരിയുണ്ടോ? വർത്തമാന സമയത്തും എത്ര തന്നെ വലിയ വലിയ പദവിയുള്ള ആത്മാക്കളായിരുന്നാലും ബാബയെ തിരിച്ചറിഞ്ഞ് ബാബയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നവർ 4 ഭാഗത്തുമുള്ള തിരിച്ചറിഞ്ഞ കുട്ടികൾ കോടിയിൽ ചിലരാണ്. അപ്പോൾ നമ്മൾ കോടിയിൽ ചിലരാണ് എന്ന സന്തോഷമുണ്ടോ? ലഹരിയുണ്ടോ? കൈ ഉയർത്തൂ. അവിനാശി ലഹരിയുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്കുള്ള ഒന്നല്ലല്ലോ. സദാ ഉണ്ട്, സദാ ഉണ്ടായിരിക്കുകയും ചെയ്യും. മായ പരീക്ഷ നടത്തും അനുഭവമുണ്ടല്ലോ. മായയ്ക്കും പരമാത്മാവിൻ്റെ കുട്ടികളോട് കൂടുതൽ സ്നേഹമാണ്. കുട്ടികൾ അറിയുന്നുണ്ട് മായയ്ക്ക് പരമാത്മാവിൻ്റെ കുട്ടികളുമായി ആദ്യം മുതൽ ഇപ്പോൾ വരെയും ബന്ധമുണ്ട്. മായയും പരമാത്മാവിൻ്റെ കുട്ടികളും തമ്മിൽ പരസ്പരം കണക്ഷനുണ്ട്. എന്നാൽ മായയുടെ ജോലിയാണ് വരിക എന്നത്. കുട്ടികളായ നിങ്ങളുടെ ജോലി എന്താണ്? മായയെ ദൂരെ നിന്ന് തന്നെ ഓടിക്കുക. വരാൻ അനുവദിക്കരുത്. അതോ വരാൻ അനുവദിക്കാറുണ്ടോ? ഇല്ല. ദൂരെ നിന്ന് തന്നെ ഓടിക്കൂ. വരാൻ അനുവദിക്കുകയാണെങ്കിൽ പിന്നെ അതിന് വരാനുള്ള ശീലമുണ്ടാകും. അതും കരുതും വരാൻ അനുവദിക്കുന്നുണ്ടല്ലോ, പോകാം. എന്നാൽ ബാബ കാണുന്നുണ്ട് ചില കുട്ടികൾ മായയെ വരാൻ അനുവദിക്കുന്നു. മാത്രമല്ല സൽക്കരിക്കുകയും ചെയ്യുന്നു. ചായയും വെള്ളവും കുടിപ്പിക്കുന്നു. ഏതൊരു സൽക്കാരമാണ് ചെയ്യുന്നത് എന്നറിയാമോ? മായയുടെ പ്രഭാവത്തിൽ വന്നുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു. ഇപ്പോൾ ടു ലേറ്റിൻ്റെ ബോർഡ് വച്ചിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ സമയം കിടക്കുകയാണ്. പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്തിച്ചേർന്നുകൊള്ളും. അപ്പോൾ മായയും വിചാരിക്കുന്നു, ഒന്നാമതായി വരാൻ അനുവദിച്ചു, രണ്ടാമതായി ഇവർ എനിക്ക് കൂട്ട് നൽകുകയാണ്, സൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചില കുട്ടികൾ മായയെ തിരിച്ചറിയുന്നു. എന്നാൽ ചില കുട്ടികൾ തിരിച്ചറിഞ്ഞിട്ടും തെറ്റ് ചെയ്യുന്നു. മായയുടെ മതമാണോ അതോ ബാബയുടെ മതമാണോ എന്ന് തിരിച്ചറിയാത്തത് കാരണം മായയുടെ പ്രഭാവത്തിൽ വന്നു പോകുന്നു. എന്നാൽ ബാബ്ദാദ തൻ്റെ ലക്കിയും മഹാവീരനും വിജയിയുമായ കുട്ടികളോട് പറയുന്നു, വരാൻ അനുവദിക്കരുത്. ഇപ്പോൾ വരികയും പിന്നെ ഓടിക്കുകയും ചെയ്യുന്നതിൽ സമയം വിനിയോഗിക്കരുത്. കാരണം സമയം കുറവാണ്. കൂടാതെ വിശ്വപരിവർത്തകനായി വിശ്വസേവകനായി മാറി വിശ്വത്തിലെ ആത്മാക്കൾക്ക് ബാബയുടെ പരിചയം നൽകി മുക്തിയുടെ സമ്പത്ത് നൽകും എന്ന കാര്യം ഇപ്പോൾ സമാപ്തമായിട്ടില്ല. ആ കാര്യത്തെ സമാപ്തമാക്കുന്നതിനാണ് സമയം വിനിയോഗിക്കേണ്ടത്. അഥവാ മായയെ ഓടിക്കുന്നതിന് സമയം വിനിയോഗിക്കുകയാണെങ്കിൽ വിശ്വപരിവർത്തനത്തിൻ്റെ വാഗ്ദാനം ഏതൊന്നാണോ അത് എങ്ങനെ പൂർത്തിയാക്കും? ബാബയുടെ കൂട്ടുകാരാണല്ലോ. ജന്മം മുതൽ തന്നെ വാഗ്ദാനം ചെയ്തു, ഇപ്പോഴും കൂടെയിരിക്കും, കൂടെ പോകും. അതിനാൽ ഇപ്പോൾ ബാബയിൽ നിന്നും ഏതൊരു ശക്തികളാണോ ലഭിച്ചിരിക്കുന്നത് ആ ശക്തികളുടെ ആധാരത്തിൽ
മായയെ ദൂരെ നിന്ന് തന്നെ ഓടിക്കൂ. ഇതിൽ ടൈം വിനിയോഗിക്കാതിരിക്കൂ. നോക്കൂ, 70 വർഷമായി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മായ വരുക, ഓടിക്കുക. ഇപ്പോൾ ഇതിൻ്റെ സമയമല്ല. കാരണം അറിയുന്നുമുണ്ട്, നോളജ്ഫുള്ളാണല്ലോ. മുഴുവൻ ഡ്രാമയുടെയും നോളജുണ്ട്. അതിനാൽ നോളജ്ഫുള്ളായ കുട്ടികൾ ഇപ്പോൾ ഏതിലാണ് സമയം വിനിയോഗിക്കേണ്ടത്? 2 ഖജനാവുകൾ വളരെയധികം ശേഖരിക്കേണ്ടതുണ്ട്. ഏത് 2 ഖജനാവുകൾ? 1 സങ്കല്പം, 2 സമയം. 2 ഖജനാവുകളും മഹത്തരമാണ്. നിങ്ങളേവരും അറിയുന്നുണ്ട്. കാരണം നോളജ്ഫുള്ളായ ബാബയുടെ നോളജ്ഫുള്ളായ കുട്ടികളാണ്. മാസ്റ്റർ നോളജ്ഫുള്ളാണല്ലോ. ഫുള്ളാണ്, ബുൾ അല്ല. ചിലർ നോളജബിളാണ്, നോളജ്ഫുൾ അല്ല. താങ്കൾ ആരാണ്? നോളജ്ഫുള്ളാണോ? നോളജ്ഫുള്ളാണോ അതോ നോളജബിൾ ആണോ? എല്ലാവരും നോളജ്ഫുള്ളാണോ? കൈ ഉയർത്തൂ. ശരി. ആഹാ, ഫുൾ നോളജ് വന്നു കഴിഞ്ഞു. മായയെ ഓടിക്കുന്നതിൻ്റെ നോളജുണ്ടോ? പിന്നിലിരിക്കുന്നവർക്ക് ഉണ്ടോ? ശരി. കൊടികൾ വീശിക്കൊണ്ടിരിക്കുകയാണ്. മാതാക്കൾക്ക് ഉണ്ടോ? മാതാക്കൾ നോളജ്ഫുള്ളാണോ? ഡബിൾ ഫോറിനേഴ്സും കൊടികൾ വീശിക്കൊണ്ടിരിക്കുകയാണ്. ശരി. നോക്കൂ, എത്ര നല്ല ദൃശ്യമായി തോന്നുന്നു. കൊടികൾ നല്ലതായി തോന്നുന്നു. അപ്പോൾ നോളജ്ഫുൾ എന്നാൽ മായയെ ദൂരെ നിന്ന് തന്നെ ഓടിക്കുന്നവർ. അപ്പോൾ ഇങ്ങനെയാണോ? കാരണം ബാബ്ദാദ മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഖജനാവുകൾ ശേഖരിക്കുന്നതിനുള്ള ബാങ്ക് കേവലം ഈ സമയത്ത് സംഗമയുഗത്തിൽ ഉണ്ട്. പിന്നീട് മുഴുവൻ കൽപ്പത്തിലും ശേഖരിക്കാനുള്ള ബാങ്ക് ലഭിക്കുകയില്ല. ഇപ്പോൾ എന്ത് ശേഖരിച്ചുവോ അത് കാര്യത്തിൽ ഉപയോഗപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ ശേഖരിക്കുന്നതിനുള്ള ബാങ്ക് ഇപ്പോൾ സംഗമയുഗത്തിലാണ് തുറക്കുന്നത്. അതിനാൽ താങ്കൾ എന്താണ് പറയുന്നത്? എല്ലാവർക്കും സന്ദേശത്തിൽ കേൾപ്പിക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ ഇല്ലെങ്കിൽ ഒരിക്കലുമില്ല എന്നത്. അപ്പോൾ താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലുമില്ല. ഇത് സദാ ഓർമ്മയുണ്ടല്ലോ. കാരണം സംഗമയുഗത്തിൻ്റെ ജന്മം ഏറ്റവും ചെറുതാണ്, എന്നാൽ അമൂല്യമായ ജന്മമാണ്. ഈ ജന്മത്തിൻ്റെ മൂല്യം മുഴുവൻ കൽപ്പത്തിലും തുടരുന്നു. അപ്പോൾ ചെക്ക് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ശേഖരണത്തിൻ്റെ കണക്ക് എത്രയാണ്? എത്ര ആഗ്രഹിക്കുന്നുവോ അത്രയും ശേഖരണം ഉണ്ടാകുന്നുണ്ടോ? കാരണം ബാബ്ദാദ മുൻപേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നടക്കുന്നതിനുള്ള സമയം സമാപ്തമായി കഴിഞ്ഞു. പറക്കുവാനുള്ള സമയമാണ്. പുരുഷാർത്ഥത്തിൻ്റെ സമയം പൂർത്തിയായി. എന്നാൽ ഇപ്പോൾ തീവ്ര പുരുഷാർത്ഥത്തിൻ്റെ സമയമാണ്. അതും കുറച്ചേ ഉള്ളൂ. അതിനാൽ ബാബ്ദാദ ഡബിൾ വിദേശികൾക്ക് ടൈറ്റിൽ നൽകിയിരിക്കുകയാണ്, ഡബിൾ തീവ്ര പുരുഷാർത്ഥി. പറയൂ, ഡബിൾ തീവ്ര പുരുഷാർത്ഥിയാണോ? കൈ ഉയർത്തൂ. ഡബിൾ തീവ്ര പുരുഷാർത്ഥിയാണോ? ഉറപ്പാണോ? ശരി. ബാബ്ദാദ ജന്മത്തിൻ്റെ ആശംസകളോടൊപ്പം താങ്കൾക്ക് അനുമോദനങ്ങളും നൽകുന്നു. കോടി കോടി മടങ്ങ് അനുമോദനങ്ങൾ, അനുമോദനങ്ങൾ, അനുമോദനങ്ങൾ. ബാബ്ദാദ നൽകിയിരുന്ന ഓക്കെയുടെ ഹോംവർക്ക് ബാബ്ദാദ നോക്കി. അതിൽ പല കുട്ടികളും അറ്റൻഷൻ നൽകി. എന്നാൽ 100 മാർക്ക് വളരെ കുറച്ചു പേർക്കാണ് ഉള്ളത്. 50% കൂടുതലാണ്. എന്നാൽ ബാബ്ദാദ ഇതാണ് ആഗ്രഹിക്കുന്നത്,
കേൾപ്പിക്കട്ടെ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന്. ബാബ്ദാദയുടെ ഓരോ ആശകളുടെ ദീപവും ആശകൾ പൂർത്തീകരിക്കുന്ന മഹാവീരന്മാരായ കുട്ടികളോട് ബാബയ്ക്ക് ഈ ഒരു ആശയാണുള്ളത്. സമയമനുസരിച്ച് അഥവാ ഇപ്പോൾ മുതൽ വളരെ കാലത്തെ തീവ്ര പുരുഷാർത്ഥത്തിൻ്റെ ചാർട്ട് ശേഖരിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ചെയ്യുക? ബാബ്ദാദ സമയം പ്രതി സമയം 3 വാക്കുകളുടെ ഓർമ്മ വരുത്തുന്നു. 1 അപ്രതീക്ഷം, 2 എവർ റെഡി, 3 വളരെ കാലത്തെ കണക്കിൻ്റെ ശേഖരണം. കാരണം ബാബ്ദാദ ഇത് ആഗ്രഹിക്കുന്നു. കുട്ടികൾ തൻ്റെ രാജ്യത്തിൽ ഫസ്റ്റ് ജന്മം മുതൽ 21 ജന്മത്തിൻ്റെ അവസാനം വരെ ഫുൾ രാജ്യഭാഗ്യത്തിൻ്റെ അധികാരി ആകണം. തൻ്റെ രാജ്യം വരാൻ പോകുന്നു എന്ന സന്തോഷം ഇപ്പോൾ ഉണ്ടല്ലോ. ഏതുപോലെ ബാബ വന്നിരിക്കുകയാണ് എന്ന സന്ദേശം ഇപ്പോൾ നൽകുന്നുവോ അതേപോലെ ഈ ഒരു സന്തോഷ വാർത്തയും കേൾപ്പിക്കുന്നു. തൻ്റെ ദൈവിക രാജ്യം, സുഖശാന്തിമയ രാജ്യം വരാൻ പോകുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ സന്ദേശം നൽകുന്നു എന്നിരിക്കെ തൻ്റെ പുരുഷാർത്ഥവും തീവ്രവും വളരെ കാലത്തേക്ക് ശേഖരിക്കുന്നതും ആകേണ്ടത് ആവശ്യമാണ്. ഈ കണക്ക് വളരെ കാലം സ്മൃതിയിൽ വയ്ക്കൂ. കാരണം പുതിയ വീട്ടിൽ തന്നെയാണ് രസമുള്ളത്. അഥവാ 2-3 ജന്മങ്ങൾക്ക് ശേഷമാണ് വരുന്നതെങ്കിൽ കെട്ടിടമുണ്ടായിട്ട് 2-3 മാസം ആയി കഴിഞ്ഞുവെങ്കിൽ എന്തു പറയും? പുതിയതെന്നോ അതോ 3 മാസമായി കഴിഞ്ഞത് എന്നോ? അപ്പോൾ ബാബ്ദാദ ആഗ്രഹിക്കുന്നത് ഇതാണ്. ബാബ്ദാദയുടെ ഓരോരോ ഓമന സന്താനങ്ങളും ആഹാ ആഹാ എന്ന സന്താനവും ബാബയുടെ ഹൃദയ സിംഹാസനസ്ഥരായ സന്താനവും ആദ്യ ജന്മത്തിൽ ബ്രഹ്മബാബയുടെ കൂട്ടുകാരായി വരണം. ഇഷ്ടമാണോ? 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 ശരി. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ചെയ്യേണ്ടി വരുമല്ലോ. ഇഷ്ടമാണ്, ബാബയ്ക്കും ഇഷ്ടമാണ്. എന്നാൽ എന്ത് ചെയ്യേണ്ടി വരും? ഇപ്പോൾ മുതൽ പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. ബാബ്ദാദ മാപ്പാക്കും, കഴിഞ്ഞു. ഇപ്പോൾ മുതൽ ബർത്ത്ഡേയുടെ സമ്മാനമായി ബാബയ്ക്ക് എന്ത് നൽകും? ബാബയുടെ ജന്മദിനം ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണ്. ബാബയ്ക്ക് എന്തെങ്കിലും സമ്മാനം നൽകുമല്ലോ. ബാബയുടെ ബർത്ത്ഡേ ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ബാബയ്ക്ക് എന്ത് സമ്മാനം നൽകും? ഓരോ കുട്ടിയിലുമുള്ള ബാബയുടെ ആശ ഇതാണ്. ലാസ്റ്റിലും ഫാസ്റ്റ് ആകുവാൻ സാധിക്കും. ആരാണോ ആദ്യമായി വന്നവർ അവർ കൈ ഉയർത്തു. ശരി. അപ്പോൾ ബാബ്ദാദ ലാസ്റ്റിൽ വന്ന എല്ലാ കുട്ടികൾക്കും ആദ്യത്തെ തവണ വന്നതിൻ്റെ കോടി മടങ്ങ് ആശംസകൾ നൽകുകയാണ്. എന്നാൽ ഒരു ഭാഗ്യത്തെക്കുറിച്ചുകൂടി പറയുകയാണ്. ഭാഗ്യം ഉണ്ടാക്കുന്നതിനുള്ള മാർജിൻ ഉണ്ട്. കാരണം ടു ലേറ്റിൻ്റെ ബോർഡ് വച്ചിട്ടില്ല. അഥവാ ആരെങ്കിലും ലാസ്റ്റിൽ പോലും ഫാസ്റ്റ് പുരുഷാർത്ഥം ചെയ്ത് ലാസ്റ്റ് സോ ഫാസ്റ്റും ഫാസ്റ്റ് സോ ഫസ്റ്റ് ഡിവിഷനിലും വരാൻ സാധിക്കും. ഫസ്റ്റ് നമ്പറല്ല, അത് പ്രസിദ്ധം ആയി കഴിഞ്ഞു. എന്നാൽ ഫസ്റ്റ് ഡിവിഷനിൽ വരാൻ സാധിക്കും. ഇഷ്ടമാണോ? പുതിയതായി വരുന്ന കുട്ടികൾക്ക് ഇഷ്ടമാണോ? ചാൻസ് ഉണ്ട്. ബാബ്ദാദ സീറ്റ് നൽകും. എന്നാൽ ചിലത് ചെയ്യേണ്ടിയും വരും. ഓരോരോ ശ്വാസത്തിൽ, ഓരോരോ സങ്കല്പത്തിലും അറ്റൻഷൻ. ഓരോ ശ്വാസവും ഓരോ സങ്കല്പവും സമർത്ഥമാകണം, വ്യർത്ഥമാകരുത്. കാരണം ആദ്യം വന്നവരായാലും പിന്നാലെ വന്നവരായാലും നിങ്ങളേവരുടെയും ടൈറ്റിൽ എന്താണ്? സമർത്ഥരായ കുട്ടികളാണ്, ദുർബലരായ കുട്ടികൾ അല്ല. ബാബ്ദാദ എന്ത് സ്നേഹസ്മരണകളാണ് നൽകുന്നത്?
ദിവസേനയുള്ള സ്നേഹസ്മരണകൾ, ഓമനകളും സിഖിലതയും ഹൃദയ സിംഹാസനസ്ഥിരമായ കുട്ടികളെ എന്നാണ്. അതിനാൽ ബാബ ഈ ഗോൾഡൻ ചാൻസ് നൽകുകയാണ്. എന്നാൽ എടുക്കേണ്ടവർ എടുത്തുകൊള്ളൂ. ബാബ നൽകും, ബാധ്യസ്ഥനാണ്. തീവ്ര പുരുഷാർത്ഥിയായ ആരെങ്കിലുമുണ്ടോ? ചാൻസ് ഉണ്ട്. ടു ലേറ്റിൻ്റെ ബോർഡ് വെച്ചിട്ടില്ല, പിന്നെ ഫിനിഷാകും. എന്നാൽ ബാബ്ദാദയ്ക്ക് ജന്മത്തിൻ്റെ സമ്മാനം എന്തു നൽകും? ജന്മോത്സവം ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണല്ലോ ബാബ്ദാദ. കുട്ടികളായ നിങ്ങളുടെ ജന്മദിനത്തിൽ കുട്ടികളായ നിങ്ങൾക്കേവർക്കും വിശേഷ സമ്മാനം നൽകി താങ്കളുടെ തീവ്ര പുരുഷാർത്ഥം ഇന്നു മുതൽ അവസാനം വരെയും അഥവാ 90% ഉണ്ടെങ്കിൽ 10% ബാബ്ദാദ വർദ്ധിപ്പിച്ച് നൽകും. സമ്മതമാണോ? ഇപ്പോൾ വ്യർത്ഥം ഇല്ലാതാകണം. ഇതുപോലെ നോക്കൂ, സത്യയുഗത്തിലെ ദേവതമാർ വരുമ്പോൾ അവർക്ക് ഇവിടെയുള്ള ഭാഷ എന്താണ് സംസാരിക്കുന്നത് എന്നറിയില്ല. പുരുഷാർത്ഥം എന്ന വാക്ക് പറയുകയാണെങ്കിൽ അവർ പറയും, പുരുഷാർത്ഥം എന്താണ്? കാരണം പ്രാപ്തി അനുഭവിക്കുന്നവരാണല്ലോ. ഇതേപോലെ തീവ്ര പുരുഷാർത്ഥികളായ താങ്കൾക്ക് സ്വപ്നത്തിലോ സങ്കല്പത്തിലോ പ്രാക്ടിക്കൽ കർമ്മത്തിലോ വ്യർത്ഥം എന്താണ് എന്നതിൻ്റെ സമാപ്തി ഉണ്ടാകണം. ധൈര്യമുണ്ടോ? 10% ബാബ ഗ്രേസായി നൽകും. സമ്മതമാണോ? കൈ ഉയർത്തൂ. എത്ര % ഉറപ്പാണ്? 100% അല്ല, എന്നാൽ 101%. കാരണം ബാബ്ദാദയ്ക്ക് കുട്ടികളെ കൂടാതെ, കുട്ടികളുടെ കൂട്ടുകെട്ടില്ലാതെ നല്ലതായി തോന്നുന്നില്ല. ബാബ ഇങ്ങനെ മനസ്സിലാക്കുന്നു. എൻ്റെ ബാബ എന്ന് പറയുകയും ബാബ എൻ്റെ കുട്ടി എന്ന് പറയുകയും ചെയ്തു എന്നിരിക്കെ ബാബയ്ക്ക് സമാനം ആകേണ്ടി വരും. ഇപ്പോൾ ദൃഢസങ്കല്പത്തിൻ്റെ ആവശ്യകതയുണ്ട്. താങ്കൾ പുസ്തകം അച്ചടിച്ചുവല്ലോ. ദൃഢസങ്കല്പം തന്നെയാണ് സഫലതയുടെ താക്കോൽ എന്ന്. അപ്പോൾ സങ്കല്പത്തെ സാധാരണം ആക്കരുത്. താങ്കൾ ആരാണ്? അഥവാ ഇവിടുത്തെ പ്രസിഡന്റ് സാധാരണ പെരുമാറ്റം നടത്തുകയാണെങ്കിൽ നല്ലതായി തോന്നുമോ? താങ്കൾ ആരാണ്? താങ്കളാണെങ്കിൽ 3 സിംഹാസനത്തിൻ്റെ നിവാസിയാണ്. ഏറ്റവും വലിയ സിംഹാസനമാണ് ബാബ്ദാദയുടെ ഹൃദയ സിംഹാസനം. അപ്പോൾ ഹൃദയ സിംഹാസനസ്ഥർ ആദ്യ ജന്മത്തിലെ കൂട്ടുകാരാകും. സിംഹാസനത്തിൽ ഒരാളാണ് ഇരിക്കുന്നത് എങ്കിലും റോയൽ ഫാമിലിയിലെ രാജ്യ അധികാരി ആകുവാൻ സാധിക്കും. അപ്പോൾ കൂട്ടുകെട്ട് നിറവേറ്റുന്നവർ വീട് വരെയും കൂടെ പോകുമല്ലോ. ബാബ്ദാദ ഏതു വിധേനയും കൊണ്ടുപോകും. മറ്റൊരു വഴിയിലൂടെ കൊണ്ടുപോയാലും അഥവാ ഡയറക്റ്റായി കൊണ്ടുപോയാലും ശരി, കൊണ്ടുപോകും. അപ്പോൾ പിന്നെ വീട്ടിൽ തന്നെ ഇരിക്കുമോ? ബ്രഹ്മബാബ പോവുകയും താങ്കൾ ഇരിക്കുകയുമാണെങ്കിൽ നല്ലതായി തോന്നുമോ? രാജയോഗിയാണല്ലോ. താങ്കൾക്ക് എന്ത് ടൈറ്റിലാണ് നൽകുന്നത്? മറ്റുള്ളവരെ എന്താണ് പഠിപ്പിക്കുന്നത്? രാജയോഗമാണോ അതോ പ്രജായോഗമാണോ? റോയൽ പ്രജകൾ ആണെങ്കിൽ പോലും പ്രജായോഗി അല്ലല്ലോ, രാജയോഗിയാണ്. അപ്പോൾ ബാബ നിങ്ങളെല്ലാ കുട്ടികളെയും പ്രതി നൽകിയ സമ്മാനം എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കുമോ? എപ്പോൾ വരെ? അന്തിമം വരെ. ബാബ്ദാദ കണ്ടു, പുരുഷാർത്ഥം വളരെയധികം ചെയ്യുന്നു. കുട്ടികൾ വളരെയധികം പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാബ്ദാദ കാണുമ്പോൾ കുട്ടികളുടെ പരിശ്രമം കണ്ട് ബാബയ്ക്ക് നല്ലതായി തോന്നുന്നില്ല. അതിനാൽ സ്നേഹത്തിലിരിക്കൂ, അപ്പോൾ പ്രയത്നം ഇല്ലാതാകും. എൻ്റെ ബാബ, അപ്പോൾ മറ്റെല്ലാ എൻ്റേതും ഇല്ലാതാകും.
എൻ്റെ ബാബ എന്ന് പറഞ്ഞപ്പോൾ അനേകം എൻ്റേത് അതിൽ ഇല്ലാതായല്ലോ. ഒരു കളിപ്പാട്ടം കൊണ്ടുവരാറുണ്ടല്ലോ, ഒന്നിനുള്ളിൽ ഒന്ന്, ഒന്നിനുള്ളിൽ ഒന്ന് എന്നത്. ഒന്നിനുള്ളിൽ 10-12 അടങ്ങിയിരിക്കുന്ന കളിപ്പാട്ടം. എൻ്റേത് ഒരു ബാബ, എൻ്റെ ബാബ എന്ന് പറയുന്നവരാണല്ലോ എൻ്റെ ബാബ ആണല്ലോ. മഹാരഥികളുടെ ബാബയല്ലല്ലോ എൻ്റെ ബാബ. എൻ്റെ ബാബ ആണെന്നിരിക്കെ പരിധിയുള്ള എൻ്റേതിനെ നിൻ്റേതിൽ ലയിപ്പിക്കൂ. എൻ്റേത് എന്നതിന് പകരം നിൻ്റേത് എന്ന് പറയൂ. എത്ര വ്യത്യാസമാണ്! മേര തേര എന്നതിൽ എത്ര വ്യത്യാസമുണ്ട്! മേ തേ എന്നത് ഒരു വാക്കിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ ഉറപ്പാണല്ലോ എൻ്റെ ബാബ. ഉറപ്പാണോ? എത്ര %? 100%. 100ഉം 1ഉം. ഇങ്ങനെ ഒരു വിരൽ ഉയർത്തൂ. ആരാണോ 101 എന്ന് പറയുന്നത് അവർ ഉയർത്തൂ. ബാബ്ദാദ കണ്ടുകൊണ്ടിരിക്കുകയാണ്, TV-യിലും കണ്ടുകൊണ്ടിരിക്കുന്നു. ശരി. 4 ഭാഗത്തുമുള്ള ബാബ്ദാദയുടെ ഹൃദയ സിംഹാസനസ്ഥരായ കുട്ടികൾക്ക്, 4 ഭാഗത്തുമുള്ള തീവ്ര പുരുഷാർത്ഥി കുട്ടികൾക്ക് ബാബ്ദാദ ഏതൊരു ഗിഫ്റ്റാണോ നൽകിയത് ആ ഗിഫ്റ്റിനെ സ്വീകരിക്കുന്ന 4 ഭാഗത്തുമുള്ളവർക്ക്, ഏത് കുട്ടികളാണോ സങ്കല്പത്തിലൂടെ ബാബ്ദാദയ്ക്ക് ഗിഫ്റ്റ് നൽകിയത് ആ സങ്കല്പത്തെ സദാ ദൃഢമാക്കുന്നവർക്ക്, ഇങ്ങനെയുള്ള ദൃഢ പുരുഷാർത്ഥികൾക്ക്, പ്രതിജ്ഞ ചെയ്ത് പ്രത്യക്ഷത ഉണ്ടാക്കുന്ന സർവ കുട്ടികൾക്കും ബാബ്ദാദയുടെ വളരെ വളരെയധികം ഹൃദയത്തിൽ നിന്നുള്ള വാത്സല്യവും ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകളും സ്വീകരിച്ചാലും എല്ലാ കുട്ടികൾക്കും വീണ്ടും വീണ്ടും അനുമോദനങ്ങൾ, അനുമോദനങ്ങൾ, അനുമോദനങ്ങൾ. വരദാനം: അതിഥിയാണ് എന്ന വൃത്തിയിലൂടെ പ്രവൃത്തിയെ ശ്രേഷ്ഠവും സ്റ്റേജിനെ ഉയർന്നതുമാക്കുന്ന സദാ ഉപരാമമായി ഭവിക്കട്ടെ. ആരാണോ സ്വയം അതിഥിയായി മനസ്സിലാക്കി നടക്കുന്നത് അവർ തൻ്റെ ദേഹമാകുന്ന കെട്ടിടത്തോടും നിർമോഹി ആകുന്നു. അതിഥിക്ക് തൻ്റേതായ യാതൊന്നുമില്ല. കാര്യത്തിൽ എല്ലാ വസ്തുക്കളും ഉപയോഗിക്കും, എന്നാൽ തൻ്റേത് എന്ന ഭാവം ഉണ്ടായിരിക്കില്ല. അവർ എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുമ്പോഴും എത്രത്തോളം വേറിട്ടവരാണോ അത്രയും ബാബയ്ക്ക് പ്രിയപ്പെട്ടവരായി ഇരിക്കുന്നു. ദേഹം, ദേഹത്തിൻ്റെ സംബന്ധം, വൈഭവങ്ങൾ എന്നിവയിൽ നിന്നും സഹജമായി ഉപരാമമാകുന്നു. എത്രത്തോളം അതിഥിയാണ് എന്ന വൃത്തി ഉണ്ടായിരിക്കുന്നുവോ അത്രയും പ്രവൃത്തി ശ്രേഷ്ഠവും സ്റ്റേജ് ഉയർന്നതുമായിരിക്കും. സ്ലോഗൻ: തൻ്റെ സ്വഭാവത്തെ നിർമ്മലമാക്കൂ, എങ്കിൽ ഓരോ ചുവടിലും സഫലത അടങ്ങിയിരിക്കും. അവ്യക്ത സൂചന: ഏകതയുടെയും വിശ്വാസത്തിൻ്റെയും വിശേഷതയിലൂടെ സഫലത സമ്പന്നമാകൂ. ലോകത്തിനു മുന്നിൽ ഇപ്പോൾ ഈ ഒരു വാസ്തവികത കാണിച്ചു കൊടുക്കണം. നമ്മളെല്ലാവരും ഒന്നാണ്, ഒന്നിൻ്റേതാണ്, ഏകരസസ്ഥിതി ഉള്ളവരാണ്. ഒന്നിനോടുള്ള സ്നേഹത്തിൽ മഗ്നമായിരുന്ന് ഒന്നിൻ്റെ നാമം പ്രത്യക്ഷമാക്കുന്നവരാണ്. ഇപ്പോൾ ഈ വേറിട്ടതും പ്രിയപ്പെട്ടതുമായ ഗോൾഡൻ സ്ഥിതിയുടെ കൊടി പാറിക്കൂ. ചെറിയവരായാലും വലിയവരായാലും, രോഗി ആയാലും ആരോഗ്യവാൻ ആയാലും, മഹാരഥി ആയാലും കുതിരസവാരി ആയാലും എല്ലാവരും ഏകമതമുള്ളവരായി സഹയോഗിയാകൂ. അപ്പോൾ സഹജമായി സഫലതാമൂർത്തിയായി മാറും.
രൂപം വിചിത്രം നാമം സുചിത്രം പാപകടേശ്വര ധാമം പവിത്രം രൂപം വിചിത്രം നാമം സുചിത്രം പാപകടേശ്വര ധാമം പവിത്രം ഭാവം സമർത്ഥം സ്നേഹം സുമിത്രം ത്രിലോകനാഥം ശിവചരിതം ധർമ്മം സുധർമ്മം കർമ്മം സുകർമ്മം സർവേശ്വരൻ തൻ നാമം സഹസ്രം ധർമ്മം സുധർമ്മം കർമ്മം സുകർമ്മം സർവേശ്വരൻ തൻ നാമം സഹസ്രം പാപം ഹരിക്കും പുണ്യം വരിക്കും ഭാവം ത്രിമൂർത്തം ശിവചരിതം പവിഴമൊഴിയും കനകകാന്തിയും ഒഴിയാത്തൊരാ ആവനാഴിയും പവിഴമൊഴിയും കനകകാന്തിയും ഒഴിയാത്തൊരാ ആവനാഴിയും യോഗവിധിക്കായി വരദാനവും ശുഭമരുളുന്നൊരു ശിവചരിതം രൂപം വിചിത്രം നാമം സുചിത്രം പാപകടേശ്വര ധാമം പവിത്രം